വരേണമേ മാനസമണി കോവിലിൽ. നായകാ ഞങ്ങൾ നാവിനാലങ്ങേ സ്നേഹസംഗീതം പാടുന്നു. പാവനാത്മാവേ നീ വരേണമേ മാനസമണി കോവിലിൽ. നായകാ ഞങ്ങൾ നാവിനാലങ്ങേ സ്നേഹസംഗീതം പാടുന്നു. നിൻ പ്രകാശത്തിൻ രശ്മിയാലെന്റെ അന്ധകാരമകറ്റണേ. നിൻ പ്രകാശത്തിൻ രശ്മിയാലെന്റെ അന്ധകാരമകറ്റണേ. നിന്റെ ചൈതന്യ ശോഭയാലുള്ള സുന്ദരമാക്കി തീർക്കണേ. സുന്ദരമാക്കി തീർക്കണേ. നിന്റെ ചൈതന്യ ശോഭയാലുള്ള സുന്ദരമാക്കി തീർക്കണേ. സുന്ദരമാക്കി തീർക്കണേ. പാവനാത്മാവേ നീ വരേണമേ മാനസമണി കോവിലിൽ. ഞങ്ങൾ നാവിനാലങ്ങേ സ്നേഹസംഗീതം പാടുന്നു. മോടിയില്ലാത്തതൊക്കെ സ്വർഗീയ മോടിയുള്ളതായി മാറ്റണേ. മോടിയില്ലാത്തതൊക്കെ സ്വർഗീയ മോടിയുള്ളതായി മാറ്റണേ. പീഡകളേതും ധീരമായേൽക്കാൻ ശക്തിയും ഞങ്ങൾക്കേകണേ. ശക്തിയും ഞങ്ങൾക്കേകണേ. പീഡകളേതും ധീരമായേൽക്കാൻ ശക്തിയും ഞങ്ങൾക്കേകണേ. ശക്തിയും ഞങ്ങൾക്കേകണേ. പാവനാത്മാവേ നീ വരേണമേ മാനസമണി കോവിലിൽ. നായകാ ഞങ്ങൾ നാവിനാലങ്ങേ സ്നേഹ
തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും. മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കളിയൂ ഞാനാടുന്നേ ഇടനാടിയില. മതിയാവില്ലൊരു നാളിലും ഈ നല്ലൊരു നേരം. ഇതുപോലെ സുഖമറിയുന്നൊരു കാലം. കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും. കവിൾ ചേരുന്നൊരു പൊൻവെയിലായി മാറാ നെഞ്ചം കണി കണ്ടേ നിറയേ. മഞ്ഞിൻ കവിൾ ചേരുന്നൊരു പൊൻവെയിലായി മാറാ നെഞ്ചം കണി കണ്ടേ നിറയേ. കാണുന്നതിലെല്ലാം മഴവില്ലുള്ളതുപോലെ ചീരുള്ളവയെല്ലാം വരമാകുന്നതുപോലെ. പുലരൊളിയുടെ കസവണിയണ മലരുകളുടെ രസനടനം. കാറ്റാടി തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും. നിന്നിൽ മിഴിപാകുന്നൊരു പെൺവെയിലായി മാറാ ഉള്ളിൽ കൊതിയില്ലേ സഖിയേ. കാണാതൊരു കിളിയെങ്ങോ കൊഞ്ചുന്നതുപോലെ കണ്ണീരിനു കൈപ്പിൽ നിന്നറിയുന്നതുപോലെ. പുതുമഴയുടെ കൊലുസിളകിയ കനവുകളുടെ പദചലനം. കാറ്റാടി തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും. മാറ്റുള്ളൊരു പെണ്ണും. നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കുക. പിന്നെ നമ്മൾ ഒരു നല്ല റിലേഷൻഷിപ്പ് തന്നെയാണ് പോയിട്ടുള്ളത്. ആരോടൊന്നും ചെറിയാണ്. അപ്പോൾ ഈ വലിയ തടിയന്മാരൊക്കെ ചേട്ടന്മാരുണ്ടായിരുന്നു. അവരൊക്കെ ചോറ് പാത്രമൊക്കെ ഊണ് കഴിച്ചിട്ട് ഞങ്ങളുടെ അങ്ങനെ ഈ വാഷ് ബേസിനോ ഈ സംവിധാനമൊന്നുമില്ല. ഞങ്ങൾ പാടത്ത് പോയാൽ ചോറുന്നു. സ്കൂളിൻ്റെ താഴെ വലിയൊരു വിശാലമായ പാടൊരു തോടൊക്കെ ഉണ്ട്. അതിൻ്റെ പക്കത്ത് നിന്ന് ചോറുന്നു. ഈ തടിയുള്ളവരുടെ പാത്രമൊക്കെ അവൻ കഴുകി ചിലപ്പോൾ കഴുകുന്നില്ല നമ്മുടെ കയ്യിൽ. ഇത് സ്കൂളിൽ അവന്റെ സ്ഥാനത്ത് കൊണ്ടുവെക്കേണ്ട ചുമതല ഈ ചെറിയവരായ നമുക്കാണ്. അപ്പൊ അങ്ങനെ നമ്മളൊരു പീഡനം അന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റിട്ടുള്ളത് കൊണ്ട് ഈ പീഡനം ഇവിടെ ഇല്ലെങ്കിലും ചെറിയ ആൾക്ക് ഉണ്ടാകാൻ സാധ്യത ഉണ്ടല്ലോ. ചെറിയ ആളുകളോട് അതുപോലെ എനിക്ക് എന്റെ മനസ്സിൽ എത്ര ഒരു സോഫ്റ്റ് കൊണ്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് ശരിക്കും സന്തോഷമുള്ളത്. നിങ്ങൾ പല തലത്തിൽ എത്തിച്ചേർന്നു. അന്ന് ഈ സാധനം സെന്ററിലൊക്കെ പറയും നിങ്ങൾ അങ്ങനെ പോകണം ഇങ്ങനെ പോകണം. മറയത്തൊളി കണ്ണും കളിയൂഞ്ഞാലാടുന്നേടനാടില. മതിയാവില്ലൊരു നാളിലും ഈ നല്ലൊരു നേരം. ഇനിയിൽ ഇതുപോലെ സുഖമറിയുന്നൊരു കാലം. കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും. മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കളിയൂഞ്ഞാലാടുന്നേടനാടില. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഈ പുഞ്ചപ്പാടത്തെ പന്തുകളിയല്ല, ഇത് ലോകകപ്പ് മത്സരമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പം നിങ്ങളെ കാണുമ്പോൾ വലിയ അഭിമാനമുണ്ട്. കാരണം എനിക്കെന്നും ഇപ്പൊ ജോയി സാർ പറഞ്ഞതുപോലെ ഞാൻ ഈ ക്ലാസ്സിലൊക്കെ ഏത് ക്ലാസ്സിലാണെങ്കിലും ഈ പറയുന്ന ഒരു കാര്യത്തിലാണ് നിങ്ങളെ പറ്റി എനിക്ക് പറയാനുള്ളത്. വേറെ ഒരു കാര്യം പറയാനില്ല. ജോയി സാർ ഒരു കാര്യം
എന്നുമെന്റെ ഓർമ്മകളിൽ ഓടിവരും നൊമ്പരമനുരാഗസുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം. എന്നുമെന്റെ ഓർമ്മകളിൽ ഓടിവരും നൊമ്പരമനുരാഗസുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം. കൗമാരലോകവീഴ്ചയിൽ ഞാൻ കടന്ന നേരം കൈകൊട്ടിയരികിൽ വന്നു നിന്ന കേളീഭവനം ഈ കലാലയം എന്റെ ജീവിതാമൃതം. ഈ കലാലയം എന്റെ ജീവിതാമൃതം. സ്വന്തം വീട്ടിൽ തിരിച്ചെത്തി പേരൻസിനെയും സഹോദരങ്ങളെയും കണ്ട ഒരു ഫീലിംഗിലാണ് നമ്മളെല്ലാവരും. അതിന്റെ സന്തോഷമാണ് നമ്മുടെ എല്ലാവരുടെയും മുഖത്ത് പോകുന്നത്. എന്തുകൊണ്ടോ 10 വർഷം കഴിഞ്ഞപ്പോഴോ 15 വർഷം കഴിഞ്ഞപ്പോഴോ അല്ലെ 5 വർഷം കഴിഞ്ഞപ്പോഴോ ഒന്നും നമുക്ക് ഇങ്ങനെ ഒരു യോഗം സംഘടിപ്പിക്കാൻ പറ്റിയില്ല. പക്ഷെ ഇങ്ങനെ 20ാമത്തെ വർഷം ഇത് സംഘടിപ്പിച്ചപ്പോൾ ഇത് കൂടുതൽ മധുരമുള്ളതായി മാറിയെന്ന് എനിക്ക് തോന്നുന്നു. കലാലയ ജീവിതം മായാത്ത മറയാത്ത വർണ്ണചിത്രം ഓർമ്മയിലൻ കലാലയ ജീവിതം മായാത്ത മറയാത്ത വർണ്ണചിത്രം 1000 വർണ്ണങ്ങൾ എന്നിലേക്കണയുമ്പോൾ അറിയാതെ ഞാനെത്തും സ്വപ്നഭൂമി. കലാലയ ജീവിതം മായാത്ത മറയാത്ത വർണ്ണചിത്രം ഓർമ്മയിലൻ. അവിടെയുണർന്നൊരു വസന്തവും കൂട്ടായി കൂടിയ ശിശിരവും ഇന്നും എൻ മനസ്സിൽ. കഴിയുമ്പോഴാണ് അവർ ശരിക്കും ഇതിൻ്റെതായിട്ടുള്ള ഒരു ഹൃദ്യതയും ലാളിത്യവും ആ സ്നേഹവും കൂട്ടായ്മയും ഒക്കെ പലപ്പോഴും മനസ്സിലാക്കുക. മറ്റൊരിടത്ത് ചെന്ന് കഴിയുമ്പോൾ ഒരു ഗ്രഹാതുരത്വം പലപ്പോഴും അവരെ വേട്ടയാടുന്നതായിട്ട് പല അനുഭവങ്ങളിലും കണ്ടിട്ടുണ്ട്. അത് തന്നെയാവണം UAE-യിലായിരുന്നപ്പോൾ നിങ്ങളെയൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. അത് വെച്ച് നോക്കിക്കഴിയുമ്പോഴേക്കും കടന്നു പോയി കഴിഞ്ഞപ്പോഴും വീണ്ടും ഈ സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നു, അല്ലെങ്കിൽ ഇതിനെ സ്നേഹപൂർവ്വം മനസ്സിൽ കൊണ്ടു നടക്കുന്നു, അതിനെ താലോലിക്കുന്നു എന്നുള്ളത് ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒരു പ്രചോദനമായി. കാരണം ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഈ അലുമിനിയുടെ ഭാഗമായിട്ടൂടെ അന്താരാഷ്ട്ര സെമിനാർ ഇവിടെ സൗഹൃദമേ നീ കൂട്ടുവന്നു ഒരു പനിനീർ പൂവിന്റെ ഹൃദയത്തിൽ
മരുത്ത കാലം ഓർമ്മയിലും കലാലയ ജീവിതം മായാത്ത മറയാത്ത. ഏതാണ്ട് അതിന് സമാനമായൊരു സന്തോഷമാണ് ശ്രീ നമ്മുടെ ജെറോ ഒരു ആദ്യം ഫോൺ കോളിൽ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രോഗ്രാമുണ്ട്, ഫസ്റ്റ് ബാച്ചോട് മീറ്റ് ചെയ്യുന്നുണ്ട്, അച്ഛൻ ഏതായാലും വരണം. എനിക്ക് ഒഴിവാക്കാനാവാത്ത 1-2 പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ തന്നെ ഉള്ള ഒഴിവാക്കാൻ പാടില്ലാത്തത്. ഞാനത് ഇതിനു വേണ്ടി ഞാൻ മാറ്റി വെച്ചു. കാരണം ഫസ്റ്റ് ബാച്ച് ഇവിടെ കൂടുമെന്ന് പറയുമ്പോൾ വലിയ സന്തോഷമുള്ള കാര്യം. കോഴകിൽ പവനാത്മ കോളേജ് സൂചിപ്പിച്ചതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം പ്രിൻസിപ്പലായിരുന്ന ഒരു കോളേജ് തന്നെയല്ല, ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചൊരു സ്ഥാപനമാണ്. തൊട്ടടുത്ത നാളുകളിൽ ഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്ന പ്രൊഫസർ വി എൻ രാജശേഖരൻ പിള്ള ഇവിടെ വന്നു. അന്ന് ടി കെ മനോജാണ് അന്ന് ചെയർമാൻ. അദ്ദേഹം ക്ഷണിച്ചിവിടെ വന്നു. കോളേജിൽ ഇവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ മുറി വന്നു, വെച്ചാൽ ഈ സ്ഥാപനം ഇവിടമാണ് ആധ്യാത്മിക വിദ്യാലയമെന്ന് മലയാളത്തിൽ കുമാരനാശൻ പറഞ്ഞതിന് തുല്യമായ ശാന്തസുന്ദരമായ ഒരു മനോഹരമായ സ്ഥലം. റിസർച്ചൊക്കെ വളർന്നു വരാനും നല്ല സ്ഥാപനമായി വളർന്നു വരാനും പറ്റിയ അന്തരീക്ഷം. ഹാപ്പി കൺഗ്രാജുലേഷൻസ്. വാസ്തവത്തിൽ ഏറെ സന്തോഷം തോന്നി നമ്മുടെ ഈ സ്ഥാപനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും എല്ലാം ഉണ്ടാകും. നിങ്ങളെ സംബന്ധിച്ചായിരുന്നാലും ഞാൻ ഓർക്കുന്നു, ആദ്യ ബാച്ച് എന്ന നിലയിൽ ഫോണ്ടിങ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന പോലെ ഓർക്കാൻ കഴിയുന്നത്. തീർച്ചയായും ഈ ഗ്യാതറിംഗ് ഇവിടെ ഇന്ന് ക്രമീകരിച്ചപ്പോൾ അതിൻ്റെ തിങ്കളായെന്നും മനസ്സിലുണ്ട്. വിപ്ലവ വീര്യ പതാകകളും. അന്നത്തെ അധ്യാപകരുടെ സാന്നിധ്യമില്ലായിരിക്കാം, എങ്കിലും പാവനാത്മ എന്ന് പറയുന്ന ഈ അറിവിന്റെ നിറകുണ്ട മീറ്റിങ്ങുകൾ സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സമാവർത്തന സമയത്തിൽ ഗുരുപാത്രങ്ങളിൽ നമസ്കരിച്ചു നിൽക്കുന്ന ആചാര്യനെ അനുഗ്രഹിച്ചുകൊണ്ട് ഗുരു പറയുന്നത് പോലെ സഹവീര്യം കരവാവഹൈ തേജസ്വീനാം അവധീതമസ്തു മാം വിദ്വേഷം അവഹൈ ഓം ശാന്തി. സഹവീര്യം കരവാവഹൈ, നേടിയെടുത്തിരിക്കുന്ന ഇന്നലെയും മിനിങ്ങാന്നുമൊക്കെ പവനാത്മ കോളേജിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും മുമ്പിൽ നിങ്ങളുടെ സാന്നിധ്യം എന്തുമാത്രം ഈ കോളേജിന് പ്രയോജനകരമായിരുന്നുവെന്ന് വിദ്യാർത്ഥികളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. കാരണം ഒത്തിരിയേറെ ആളുകളുടെ മുഖം എനിക്ക് പരിചയമുണ്ട്. പക്ഷേ എനിക്കറിയില്ലായിരുന്നു നിങ്ങളൊക്കെ ഇവിടെ ആദ്യകാലഘട്ടത്തിൽ പഠിച്ചു പോയവരാണ് എന്നുള്ളത് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. വ്യത്യസ്തനായ ബാർബറ ബാലനെ സത്യത്തിൽ ആരും തിരിച്ചറിയില്ല എന്ന് പറയുന്നത് പോലെ ഇവരെ തിരിച്ചറിയും കാണുമ്പോൾ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. ഇവരെ ഇവിടെ പഠിച്ചവരാണല്ലോ. ഈ സ്ഥാപനത്തോട് കാണിക്കുന്ന വലിയ സ്നേഹവും താല്പര്യവും വളരെ സന്തോഷത്തോടെ നോക്കി കാണുന്നു. നിങ്ങൾ കാണിക്കുന്ന നല്ല മാതൃകയും ഈ കൂട്ടായ്മയൊക്കെ വരും തലമുറകൾക്കും, പ്രത്യേകിച്ച് ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ നിങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോൾ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഇൻസ്പിറേഷനായിരുന്നു. അവരും പലരും പറയുന്നത് കേട്ടു, നമ്മളും ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോൾ. ഒരു പാട്ട് മത്സരത്തിന് ചേർന്നു. അപ്പം ആദ്യം പാടണമെന്ന് വിചാരിച്ചത് രണ്ടാമതാണ് വിളിക്കുന്നത്. ആദ്യത്തെ വന്നയാൾ പാട്ടങ്ങ് പാടി, ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിലുള്ള പാട്ടങ്ങ് പാടി. മറ്റേ കുട്ടി അത് തന്നെ പാടാനായിരുന്നു, പക്ഷെ ആദ്യത്തെ ആൾ പാടിപ്പോയി. അച്ഛന്മാരുടെ അസാന്നിധ്യത്തിലെ മുനിസിപ്പലിന്റെ അസാന്നിധ്യത്തിൽ ഇവിടെ എല്ലാം പറഞ്ഞു പോയതാണ്. ഇനി രണ്ടാമതിന്റെ പേര് വിളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഏതാണെങ്കിലും ഇനി അതിന്റെ പുറമെ ഇനി ഞാൻ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബോറിങ്ങാണ്. ഞാൻ വീണ്ടും പറഞ്ഞതിന് പുറമെയുള്ള ഒരു ചെറിയ സജഷൻ മാത്രം വെച്ചുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം. എൻ്റെ ഒരു സജഷൻ ഇതാണ്. ഇപ്പം കോളേജ് രണ്ടാക്കാൻ നിങ്ങൾ പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഞാൻ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ
ഇപ്പൊ ഒരു പക്ഷേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ വലിയ വ്യക്തികളാണ്. ഇപ്പൊ വൈസ് പ്രിൻസിപ്പൽ അച്ഛനും അതുപോലെ ബർസാറച്ചനും അത്രയും ബോധ്യം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒട്ടേറെ CA ഉള്ള ഒരു ഗ്രൂപ്പാണ്. ICWA-ക്കാര്, MBA-ക്കാര്, ഉന്നത തലങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ ഇങ്ങനെ ഒരു സമൂഹത്തെ, അതും ആദ്യ ബാച്ചിനെ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങിയ ആൾക്കാർ വീണ്ടും ഒക്കെ വന്ന് ആണിവിടെ അഡ്മിഷനൊക്കെ എടുത്ത് തരപ്പെടുത്തി ഇവിടെ വന്ന് ചേർന്നു. ഒരുപക്ഷെ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും നല്ല ഒരു റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്ത ഒരു സാധാരണക്കാരന്റെ റെപ്രസെന്റേഷനുമാണ് ഇത് കോൺഗ്രസ്. അപ്പൊ ആ രീതിയിൽ ഇതിന് വലിയ പ്രസക്തി കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെയുള്ള ഒരു പ്രസക്തി നിങ്ങളെ കൊണ്ട് ആൾക്കാരാണത്. ഇവിടെ നിന്നൊക്കെ പഠിച്ചുകൊണ്ട് പിന്നെ മേൽ വരുന്ന കളർ ഭയങ്കരമാണ്. ആ കളർ കൊണ്ടാണ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ ഇടി അച്ഛന്മാർക്കൊക്കെ നിലത്തേക്കെതിരെ ഇടികൊണ്ടിരിക്കും. അഡ്മിഷൻ കാരണം ഈ ഗവൺമെന്റ് അഡ്മിഷൻ കാരണം ഓടിയാൽ മതി, അതുപോലെ തിരക്കാണ്. അപ്പൊ ആ ഒരു പ്രതീതി ഉണ്ടാകാൻ കാരണം പണ്ടൊക്കെ നമ്മൾ പറയില്ല ഇത് ആർക്കും വേണ്ടാത്തായിരുന്നു, ആദ്യകാലത്ത് നിന്നും അതിന് പോയില്ല. പക്ഷെ ഇന്ന് നമ്പർ 1 ആയി. അതിന്റെ കാരണം ഇതിന്റെ സ്കോപ്പ് ഭയങ്കരമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇത്രയും വലിയൊരു പരിപാടിയായിട്ട് വെച്ചത് തികച്ചും വലിയൊരു കാര്യമാണ്. ഡിപ്പാർട്ട്മെന്റിന് അഭിമാനകരമാണ്. നിങ്ങൾ പഠിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് ദുഃഖകരമായിട്ട് തോന്നുന്നു. മീറ്റിംഗ് ആണ് ഇവിടെ. എനിക്ക് തോന്നുന്നു 95 ഇവിടെ ജോയിൻ ചെയ്ത സമയത്ത് മുതൽ നോക്കിയിൽ പല സന്ദർഭങ്ങളിൽ അലുമിനി മീറ്റിങ്ങുകൾ കൂടിയിട്ടുണ്ടെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റുകളുടെ വ്യത്യസ്തമായ കോളേജിൻ്റെ ഒക്കെ മീറ്റിംഗ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു മീറ്റിംഗ്, എല്ലാം വെൽ പ്ലാൻഡ് ആയിട്ട് അറേഞ്ച്ഡ് ആയിട്ട്. സാധാരണ അലുമിനി മീറ്റിങ്ങുകളിലെല്ലാം ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഡിപ്പാർട്ട്മെന്റ് കൂടുതലായിട്ട് ഇതിനകത്തൊക്കെ ഇടപെടേണ്ടതായ പല സാഹചര്യങ്ങളും വരുന്നുണ്ട്. കലാലയ ജീവിതം അവസാനിച്ച് 20 വർഷങ്ങൾക്ക് ശേഷം ഒരു കലാലയ ജീവിതം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വേദിയിൽ നിൽക്കുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷവും വിദ്യാലയം മോഹമായ ജീവിതം ഓർമ്മയായി വിദ്യാലയം മോഹമായ ജീവിതം തിരികെ വരില്ല ഇനിയ മധുരം നിറഞ്ഞ കാലം മതിയാവുകില്ല ഒന്നും ആ നല്ല നാളുപോലെ കൊതിയേറിടുന്നു എന്നിൽ ആ തണലിലൊത്തുചേരാൻ ശ്രുതി മീട്ടിടുന്നു മനമിൽ ആ സൗഹൃദത്തിലലിയാൻ ഓർമ്മയായി വിദ്യാലയം മോഹമായ ജീവിതം ഓർമ്മയായി വിദ്യാലയം മോഹമായ ജീവിതം
ഹൃദയം നിറയും നിമിഷം മൃദുവായി തഴുകുന്ന നേരം പതിവായി അലയുന്നു വെറുതെ വിരഹാർദ്ര വഴിയിൽ തനിയേ അനുവാദമില്ലാതെ അനുരാഗവും മുറിവേകി മനസ്സിൽ മറമാടിയും പുലരാത്ത രാവിന് കൂട്ടായതും മായാത്ത താരങ്ങൾ കഥ ചൊന്നതും ഓർമ്മയായി വിദ്യാലയം മോഹമായ ജീവിതം ഓർമ്മയായി വിദ്യാലയം മോഹമായ ജീവിതം കഥനം നിറയും മിഴികൾ കരയാൻ തുനിയും നിമിഷം അരുതെന്ന് ചൊല്ലി ഹൃദയം തളരില്ല എന്നോതി സദയം അറിയാതെ നനയുന്നു മിഴികൾ രണ്ടും പിടയാതെ പിടയുന്നു നെഞ്ചം എന്നും നിഴലായി തെളിയുന്നു ദിനവും മുന്നിൽ സുഖമുള്ള നോവായി വിദ്യാലയം ഓർമ്മയായി വിദ്യാലയം മോഹമായ ജീവിതം ഓർമ്മയായി വിദ്യാലയം മോഹമായ ജീവിതം തിരികെ വരില്ല ഇനിയ മധുരം നിറഞ്ഞ കാലം മതിയാവുകില്ല ഒന്നും ആ നല്ല നാളുപോലെ കൊതിയേറിടുന്നു എന്നിൽ ആ തണലിലൊത്തുചേരാൻ ശ്രുതി മീട്ടിടുന്നു മനമിൽ ആ സൗഹൃദത്തിലലിയാൻ ഓർമ്മയായി വിദ്യാലയം മോഹമായ ജീവിതം ഓർമ്മയായി വിദ്യാലയം മോഹമായ ജീവിതം കലാലയ ജീവിതം മായാത്ത മറയാത്ത വർണ്ണചിത്രം കലാലയ ജീവിതം മായാത്ത മറയാത്ത വർണ്ണചിത്രം ഓരായിരം വർണ്ണങ്ങൾ എന്നിലേക്കണയുമ്പോൾ അറിയാതെ ഞാനെത്തും സ്വപ്നഭൂമി കലാലയ ജീവിതം മായാത്ത മറയാത്ത വർണ്ണചിത്രം ഓർമ്മയിലും കലാലയ ജീവിതം മായാത്ത മറയാത്ത വർണ്ണചിത്രം ഓർമ്മയിലും കലാലയ ജീവിതം മായാത്ത മറയാത്ത വർണ്ണചിത്രം തച്ചനും ചെറുശ്ശേരിയും പിന്നെ കുഞ്ചനെന്നത്രയ കവികൾ തീർത്ഥരാഗമിൽ വിസ്മയിച്ചതും പിന്നെ പരിചയിച്ചതും ഈ കലാലയം കല തീർത്തൊരങ്കണം ഈ കലാലയം കല തീർത്തൊരങ്കണം
ചേർന്നു നിന്ന ഗുരുവദനമിൽ കുസുമകാന്തി കണ്ടു നിന്നൊരാദിനങ്ങളിൽ അരികെ വന്നു ചേർന്നു നിന്ന ഗുരുവദനമിൽ കുസുമകാന്തി കണ്ടു നിന്നൊരാദിനങ്ങളിൽ ആശയായി ഉള്ളിലായി ഏറെയായി കിനാവിലെന്നും കണ്ടിരുന്നൊരാ പെണ്ണിനെ കാണുവാൻ അനുരാഗസുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം. ਜਦ ਤੂੰ ਮੈਨੂੰ ਦੇਖ ਕੇ ਹੱਸਦੀ ਸੀ ਸੌ ਰੱਬ ਦੀ ਪਰੀਆਂ ਤੋਂ ਵੱਧ ਕੇ ਸੋਹਣੀ ਲੱਗਦੀ ਸੀ ਸੌ ਰੱਬ ਦੀ ਪਰੀਆਂ ਤੋਂ ਵੱਧ ਕੇ ਸੋਹਣੀ ਲੱਗਦੀ ਸੀ ਫਸਟ ਈਅਰ ਵਿੱਚ ਜਦ ਤੂੰ ਮੈਨੂੰ ਦੇਖ ਕੇ ਹੱਸਦੀ ਸੀ ਸੌ ਰੱਬ ਦੀ ਪਰੀਆਂ ਤੋਂ ਵੱਧ ਕੇ ਸੋਹਣੀ ਲੱਗਦੀ ਸੀ ਖੜ ਖੜ ਕੰਦਾ ਓਲੇ ਤੇਰੇ ਦਰਸ਼ਨ ਕਰਦਾ ਸੀ ਮੈਂ ਉਹੀ ਜੋ ਨਾ ਤੇਰੇ ਕਾਲਜ ਵਿੱਚ ਪੜਦਾ ਸੀ ਮੈਂ ਉਹੀ ਜੋ ਨਾ ਤੇਰੇ ਕਾਲਜ ਵਿੱਚ ਪੜਦਾ ਸੀ ਯਾਦ ਹੋਣਾ ਜਦ ਜੀਪ 'ਚ ਬਹਿ ਕੇ ਗੇੜਾ ਲਾਇਆ ਸੀ ਸ਼ੌਕ ਨਾਲ ਮੇਰੀ ਪੱਗ ਨਾਲ ਦਾ ਸੂਟ ਪਾਇਆ ਸੀ ਯਾਦ ਹੋਣਾ ਜਦ ਜੀਪ 'ਚ ਬਹਿ ਕੇ ਗੇੜਾ ਲਾਇਆ ਸੀ ਸ਼ੌਕ ਨਾਲ ਮੇਰੀ ਪੱਗ ਨਾਲ ਦਾ ਸੂਟ ਪਾਇਆ ਸੀ ਨਾਲ ਸੀਟ ਤੇ ਬੈਠੀ ਨੂੰ ਨਾਲ ਸੀਟ ਤੇ ਬੈਠੀ ਮੋਟੀ ਵੇਖ ਕੇ ਡਰਦਾ ਸੀ ਮੈਂ ਉਹੀ ਜੋ ਨਾ ਤੇਰੇ ਕਾਲਜ ਵਿੱਚ ਪੜਦਾ ਸੀ ਮੈਂ ਉਹੀ ਜੋ ਨਾ ਤੇਰੇ ਕਾਲਜ ਵਿੱਚ ਪੜਦਾ ਸੀ ਲੱਗੀ ਦੀ ਕੰਟੀਨ 'ਚ ਬਹਿ ਕੇ ਚਾਹਾਂ ਪੀਤੀਆਂ ਸੀ ਇਕੱਠੇ ਜੀਣ ਮਰਨ ਦੀਆਂ ਜੋ ਸਲਾਹਾਂ ਕੀਤੀਆਂ ਸੀ ਲੱਗੀ ਦੀ ਕੰਟੀਨ 'ਚ ਬਹਿ ਕੇ ਚਾਹਾਂ ਪੀਤੀਆਂ ਸੀ ਇਕੱਠੇ ਜੀਣ ਮਰਨ ਦੀਆਂ ਜੋ ਸਲਾਹਾਂ ਕੀਤੀਆਂ ਸੀ ਤੇਰੀ ਹਰ ਇੱਕ ਗੱਲ ਵਿੱਚ ਨਹੀਂ ਹਰ ਇੱਕ ਤੇਰੀ ਗੱਲ ਵਿੱਚ ਨਹੀਂ ਮੈਂ ਹਾਮੀ ਭਰਦਾ ਸੀ ਮੈਂ ਉਹੀ ਜੋ ਨਾ ਤੇਰੇ ਕਾਲਜ ਵਿੱਚ ਪੜਦਾ ਸੀ ਮੈਂ ਉਹੀ ਜੋ ਨਾ ਤੇਰੇ ਕਾਲਜ ਵਿੱਚ ਪੜਦਾ ਸੀ
प्यार को